ഗൈസ്, ഞാനും അമ്മയും കൂടെ ഇന്ന് പോകുന്നത് ഡബ്ബിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. എനിക്കൊരു ഡബ്ബിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ബാബുരാജ് സാറ്. ആളൊരു ആർട്ടിസ്റ്റാണ്, പ്രൊഡക്ഷൻ കൺട്രോളും കാര്യങ്ങളൊക്കെ ആട്ടോ. നമ്മളിന്ന് രാജശ്രീ ഡിജിറ്റൽ സ്റ്റുഡിയോയിലോട്ടാണ് പോകുന്നത്. ഈ ഒരു സ്റ്റുഡിയോൻ്റെ ആംബിയൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? പണ്ട് കാലം മുതലേ ഉള്ളൊരു സ്റ്റുഡിയോ ആണ്. നമ്മുടെ മമ്മൂട്ടി, മോഹൻലാലൊക്കെ ഇവിടെ വന്ന് ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇങ്ങനെയുള്ള സ്റ്റുഡിയോയിൽ കയറുക എന്ന് പറയുന്നതും ഡബ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഭാഗ്യം തന്നെ കേട്ടോ. അതിലുപരി ഞാൻ അഭിനയിച്ചൊരു തിയേറ്റർ മൂവീൻ്റെ ഒരു ഡബ്ബിങ്ങും കൂടെ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഞാനൊന്നും ഒരിക്കലും ഇങ്ങനത്തെ സ്റ്റുഡിയോസ് ഒന്നും കാണാനും കയറാനും പോലും പറ്റൂല എന്ന് വിചാരിച്ച ഒരാളാണ്. അവിടെ പോയിട്ടാണ് ഡബ്ബിങ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ലൈഫിൽ 2-3 തവണ ഇതേപോലെ ഞാൻ ചെയ്ത ആഡ് ആയിക്കോട്ടെ, മൂവീസ് ആയിക്കോട്ടെ, ഡബ്ബിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ്. ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഫീൽഡിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് നമ്മുടെ ബാബുരാജ് സാറ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ ഒരു അച്ഛൻ ഫീലാണ് പുള്ളി. ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ടും എൻകറേജും ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു ഫീൽഡിൽ. സോ അങ്ങനെ ഫൈനലി നമ്മളെ ഡബ്ബിങ് കംപ്ലീറ്റ് ആക്കിയതാ. അമ്മേൻ്റെ ഫ്രണ്ട്, എൻ്റെയും കൂടെ ഫ്രണ്ടാട്ടോ, സുപ്രവേശിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ അടിപൊളി മാംഗോ ഷേക്കൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. സോ അപ്പം നെക്സ്റ്റ് വീഡിയോസിൽ കാണുന്നവർ ബൈ.